പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും വൺ സൈഡ് ലവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം വളരെ പ്രണയസുലഭമായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇത്. ആൻഡ് ഇതിനകത്തൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം. നമ്മളിവിടെ സംസാരിക്കുന്നത് റാസ ബീഗത്തെ കുറിച്ചിട്ടാണ്. പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആരാണ് റാസ ബീഗം എന്നുള്ളത്. സൂചനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. ഈ പാട്ട് കേട്ടപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരാണ് റാസ ബീഗം എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെപ്പോഴും എൻ്റെ 2-3 ഫ്രണ്ട്സിനെ എടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് ആൾക്കാരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഒരു പാട്ട് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. സോ ഇത്തരം ഗസൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവർ പാടുന്നത്. ഞാൻ ആക്ച്വലി ഉമ്പായി ഗസൽസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇവരുടെ ഗസൽ കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഇവർ കപ്പിൾസ് ആയിട്ടാണ് ഈ പാട്ട് കാര്യങ്ങളൊക്കെ പാടുകയും അല്ലെങ്കിൽ ഒരു ഗസൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്, പെർഫോം ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങളൊക്കെ പ്രേക്ഷകർക്കിടയിൽ നിന്നാണെങ്കിൽ കൂടുതലായിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ട് ഇപ്പോഴാണ് മീഡിയാസിന് മുന്നിലേക്ക് ഇവർ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഓരോരോ സെപ്പറേറ്റ്, റാസയാണെങ്കിൽ ബീഗമാണെങ്കിൽ സെപ്പറേറ്റ് ഓരോ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്കതാണ് ഇവിടെ കേൾക്കേണ്ടത്. എന്തിനാണെങ്കിലും ആദ്യം ബീഗം പറയുന്ന കാര്യം ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. നമ്മൾ ശരിക്കും പിരിഞ്ഞിട്ട് 2 വർഷമായി ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കുകയാണ്. പക്ഷേ കരിയർ ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് നിന്നത്. ഓക്കെ, പിന്നെ ഒരു വഴിക്ക് അതും നിർത്താമെന്നുള്ളൊരു തീരുമാനമാണ് റാസ പറഞ്ഞത് എന്നോട്. പിന്നെ ഓക്കെ, കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്കും ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് രണ്ടാളും ബുദ്ധിമുട്ടി അങ്ങനെ ചെയ്ത് ഒരു അഭിനയം കാഴ്ചവെക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ 4 ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ ഇപ്പോഴും പ്രണയത്തിലാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ സ്നേഹത്തിലാണെന്ന് അഭിനയിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ബാക്കിയുള്ളവരെയല്ല നമ്മൾ പറ്റിക്കുന്നത്. നമ്മൾ സത്യത്തിൽ നമ്മളെ തന്നെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതോട് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ചിട്ടാണെങ്കിൽ റാസ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം. തീരുമാനം നമ്മൾ മുമ്പേ എടുക്കുകയും മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്ത സംഗതികളാണ്. മീഡിയകൾക്ക് അത് ഇപ്പോഴാണ് ആഘോഷിക്കാൻ കിട്ടിയെന്നേ ഉള്ളൂ അതിൻ്റെ ഒരു സംഗതി. അത് നമ്മൾ ഈ ഒരു വലിയൊരു തീരുമാനം സംഗതികളൊക്കെ എടുക്കുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ആശങ്ക പോലെ തന്നെ മോളെക്കുറിച്ചുള്ള ആശങ്ക നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഓഡിയൻസ്, നമ്മളെ കേൾക്കുന്ന ഓഡിയൻസ് ഉണ്ടാകുന്ന വിഷമങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ എല്ലാ തരത്തിലും അതിന് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പിരിഞ്ഞു, അതൊരു രഹസ്യമാണ്. അത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന രഹസ്യമാണ്. പുറത്ത് പറയാൻ ഇഷ്ടമല്ല. അതാണ് അതിൻ്റെ ഉത്തരം. അത്രയേ ഉള്ളൂ. ആരും തെറ്റോ ആരും ശരിയോ ഒന്നുമല്ല. എല്ലാവരും ശരിയാണെന്ന് ഞാൻ പറയാം. ഓരോ ലോകത്ത് എല്ലാവരും ശരി തന്നെയാണ്. അപ്പോൾ ഇവരിതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. സത്യത്തിൽ പ്രണയത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാര്യം ഇവർ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ പ്രണയിക്കാനെ കൊണ്ട് പഠിപ്പിച്ചത് ഇവരുടെ പാട്ടുകളാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരാളുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അതായത് ഇവിടെ ഇങ്ങനൊരു ഞങ്ങൾ പിരിയാനെ കൊണ്ടുള്ളൊരു കാരണമുണ്ട്, ഒരു രഹസ്യമുണ്ട്. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, പബ്ലിക് ആക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെ. കാര്യം ഇവിടെ ഇപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പല ആൾക്കാരും അവരുടെ ഓരോരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത്. അതിനെ ഞാൻ ഒരിക്കലും തെറ്റായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർ ബ്രേക്കപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ പിച്ചിന്നും മാതിന്നും അങ്ങനെ ഉള്ള കാര്യങ്ങൾ മൊത്തം സകലമായ കുറ്റങ്ങൾ മറ്റേ ആളെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യം ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത്തരം ആൾക്കാരൊക്കെ ഇവരെ കണ്ട് പഠിക്കേണ്ടതാണ്. ആൻഡ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളിവിടെ ആരും ശരിയോ ആരും തെറ്റുമോ അല്ല എന്നുള്ളത്. കാര്യം ഇത് പറയാനൊരു കാരണമുണ്ട്. അത് ബീഗം പറയുന്നുണ്ട്. അത് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. കാണുന്ന ഓഡിയൻസിനാണത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ആരും ഒരാൾ കുറ്റം ചെയ്തു ആ ഒരു രീതിയിലാണ്. അതെ പലപ്പോഴും രണ്ടുപേര് തമ്മിൽ ഇപ്പം ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ ചെയ്യുമ്പോഴത്തേക്കും പൊതുവായിട്ട് നമ്മുടെ സമൂഹം കാണുന്നതാണ് ആരെങ്കിലും ഭാഗത്തൊരു ശരിയും ആരെങ്കിലും ഭാഗത്തൊരു തെറ്റും ആ ഒരു രീതിയിലാണ് പലരും കണക്കാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ശരിയും തെറ്റും ഇല്ലാതെ തന്നെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിവോഴ്സ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രേക്കപ്പ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ആക്ട്രസ് ലെന പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്, അവർ ഡിവോഴ്സ്ഡ് ആവാനുള്ള ഒരു കാരണം. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് 6ാം ക്ലാസ് മുതൽ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബോയ് ഫ്രണ്ട് തന്നെ കല്യാണം. പിന്നെ ഞങ്ങൾ കുറെ കാലം കല്യാണം കഴിഞ്ഞ് ജീവിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു 6ാം ക്ലാസ് മുതൽ ഞാൻ നിന്റെ മുഖം നീ എൻ്റെ മുഖമല്ലേ കണ്ടിട്ടുള്ളൂ, നീ കുറച്ച് പോയി ലോകമൊക്കെ ഒന്ന് കാണും, ഞാനും പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഡിവോഴ്സ് ചെയ്തു. വളരെ ഫ്രണ്ട്ലി, ഇത്രയും ഫ്രണ്ട്ലി ഡിവോഴ്സ് എനിക്ക് തോന്നുന്നു ശരിക്കും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പിരിഞ്ഞത്. ഞങ്ങൾ ആക്ച്വലി കോർട്ടിൽ ഇത് സൈൻ ചെയ്യണമല്ലോ, അപ്പൊ അതിനു മുമ്പ് ഒരു ഹിയറിംഗ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരിക്കുന്നത്. അപ്പോൾ ലോയറുണ്ട്, അയാൾ പറഞ്ഞു ഇത് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്ത് താഴെ, എന്നോടാ പറഞ്ഞ് താഴെ വെയിറ്റ് ചെയ്യും, അവിടെ റെസ്റ്റോറൻറ്റ് താഴെ ക്യാൻറ്റീൻ ഉണ്ട്. ഈ പുള്ളി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ്
ഞങ്ങളെ വിളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ഗുലാബ് ജാമുൻ രണ്ടുപേര് കട്ട് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഡിവോഴ്സിന് തന്നെ അല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അതെ അതെ അങ്ങനെ ഡിവോഴ്സ് ചെയ്തവരാ. സോ ഡിവോഴ്സ് ആവാനെ കൊണ്ട് പ്രത്യേകം കാരണം വേണമെന്നൊന്നുമില്ല. ചില ആൾക്കാർ ഒരു കാരണമില്ലാതെ ഇതുപോലെ ഡിവോഴ്സ് ആവുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവരുടെ കാര്യത്തിൽ ഇപ്പം ആരുടെ ഭാഗത്തും ശരിയും തെറ്റും ഇല്ല എന്നുള്ളത് പുള്ളി എടുത്ത് പറയുന്നുണ്ട്, എടുത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് ആൾക്കാർ ദയവേത് ഇവരെ വലിച്ചുകൊണ്ട് ഇടാണ്ടിരിക്കുക. കാര്യം കുറേ ആൾക്കാർ ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന ആളുടെ ഭാഗത്തായിരിക്കും ശരി, ഇന്ന ആളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലുള്ള കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ അങ്ങ് ഇങ്ങൊക്കെ പോകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവരോട് പറയുന്നുണ്ട്. ആളുകൾ അതിൽ പൊതുവെ വരുന്നത് എന്താ വെച്ചാൽ പ്രണയിക്കാൻ പഠിപ്പിച്ച നിങ്ങൾ പ്രണയിക്കാൻ മറന്നു. നമ്മളാരും പ്രണയിക്കാൻ പഠിപ്പിക്കത്തില്ല. നമ്മൾ പാടുന്ന പാട്ടുകൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നമ്മളെ പ്രിയപ്പെട്ട കേൾവിക്കാർ കേൾക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രണയിക്കാൻ തോന്നുന്നുണ്ടാവും. പ്രണയിക്കാൻ പഠിപ്പിച്ചില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ പറയരുത്. ഇതൊരു വലിയൊരു കള്ളമാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇത് ഇവരോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ വലിയൊരു കള്ളമാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ എടുക്കുക. എല്ലാ ബഹുമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. കാര്യം നിങ്ങളുടെ ഈ പാട്ടുകൾ പലപ്പോഴും ചില സമയങ്ങളിൽ നമ്മളെ ചില രാത്രികൾ, ചില ഉറക്കം കിട്ടാത്ത രാത്രികളൊക്കെ നമ്മളെ വേറൊരു ഹൈലോട്ട് എത്തിക്കാനെ കൊണ്ട് ഇവരുടെ പാട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പലരും ചിന്തിക്കുമായിരിക്കും നമ്മുടെ ഒന്നും റിലേഷൻ ഒന്നും സെറ്റ് ആവില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇല്ലടാ, നിനക്ക് വിധിച്ചാണെങ്കിൽ നിന്നോട്ട് തന്നെ വന്നെത്തും, അല്ലെങ്കിൽ നിനക്കും പ്രണയിക്കണം, ആ ഒരു വികാരം നിന്നുള്ളിൽ എന്തൊക്കെയോ കൊണ്ടുതരും, നിനക്ക് എന്തൊക്കെയോ നേടിത്തരും എന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് പാകിത്തരാനെ കൊണ്ട് ഇവരുടെ പാട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രണയം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജേണി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുടെ പാട്ടുകളിലൂടെ ആണെങ്കിലും ആ ഒരു പൊളിറ്റിക്സ് ആണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് ഫ്യൂൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ പല പാട്ടുകളും. അല്ലെങ്കിൽ വിരഹം അനുഭവിക്കുമ്പോൾ അവർ നന്നായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കിടയിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം വന്നേരം അത് നേരെ തിരിഞ്ഞ് ഈ തരത്തിലേക്ക് അഭിപ്രായങ്ങൾ പറയാന്നുള്ളത് അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. അത് മനസ്സിലാക്കുന്നു. അവരുടെ സങ്കടങ്ങൾ കൊണ്ട് പറയുന്നതാണ്, അത് മനസ്സിലാക്കുന്നു. ഇവിടെ ഈ അവരുടെ ഈ പ്രേക്ഷകരുടെ സങ്കടം കൊണ്ട് പറയാണെന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പ്രേക്ഷകർ, ഈ വേദന കൊള്ളുന്ന പ്രേക്ഷകരാണെങ്കിൽ ഇപ്പം അസ് എ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഇവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവർ രണ്ടുപേരും പിരിഞ്ഞ് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമുക്കാണെങ്കിലും തോന്നും അയ്യോ എന്നുള്ളൊരു സാധനം തോന്നും. പക്ഷേ ഇതിനപ്പുറത്തേക്കാണെങ്കിൽ ഇവരെ നേരെ വേറൊരു രീതിയിൽ ഈ വേദന അവരിലോട്ട് അടിച്ചേൽപ്പിക്കാനെ കൊണ്ട് ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് വേറൊരു സെൻസിലോട്ട് പോയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ബീഗം പറയുന്നുണ്ട്. അത് എങ്ങോട്ട് വെക്കാം. ഈ അടുത്ത് തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയ ഒരു കമൻ്റ് ആയിരുന്നു, റാസേ വേണ്ട, അയാളുടെ സംഗീതം വേണം എന്നുള്ളത്. അത് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കൺസേർട്ടിൻ്റെ ഒരു വീഡിയോയുടെ അടിയിലാണ് ഇത് വെച്ചേക്കുന്നത്. അതിൽ ഞാൻ കൃത്യമായിട്ട് മ്യൂസിക് കമ്പോസ്ഡ് ബൈ റാസ റസാഖ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും അന്ന് ആ പാട്ട് പാടിയത് റാസ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അത് പാടണേ, റിലീസാവാൻ പോകുന്ന പാട്ടാണ്, നീ അത് പാടണേ എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പാടിയത്. അപ്പോൾ ഇതൊന്നും ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല, ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ റാസ വേണ്ട, അയാളുടെ സംഗീതം വേണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പാടിയിരുന്ന പാട്ടുകളാണ്, ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ പാട്ടുകളാണ്. അതിൽ എൻ്റെയും കൂടി ഒരു പങ്കുണ്ട്. എൻ്റെ വോയിസ് ത്രൂ ആണ് അത് പുറത്ത് വന്നിട്ടുള്ളത്. എൻ്റെയും റാസയുടെയും ഒരേപോലെ പുറത്ത് വന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും ഇനി പാടരുതെന്നോ, ഇനി അതൊരു സ്റ്റേജിൽ പാടുമ്പോൾ ഞാനെന്തോ ഒരു എന്താ പറയുക കൊലപാതകം ചെയ്ത ഒരാളെ പോലെ അങ്ങനത്തെ ഒരു വിക്റ്റിമായിട്ടാണ് എന്നെ കാണുന്നത് ആൾക്കാർ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം ഇവർ ഒരുമിച്ചായിരുന്നു പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവർ കപ്പിൾസ് ആയിട്ട് പാട്ടുകൾ പാടുന്നു എന്നുള്ള രീതിയിൽ, അങ്ങനെ പെർഫോം ചെയ്യുന്ന എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രത്യേകം ഓഡിയൻസിന് കുറച്ച് ഇഷ്ടം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത്, ആ ഒരു കപ്പിൾസ് എന്നുള്ള രീതിയിലേക്ക്. അപ്പം അവിടുന്ന് അവർ പിരിഞ്ഞു മാറിയപ്പോഴത്തേക്കിന് ആ ആൾ പാടിയ പാട്ട് ഇവിടെ പാടാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അപ്പം റാസിയുടെ പാട്ട് വേണം പക്ഷേ റാസിനെ നിനക്ക് വേണ്ട അല്ലേ എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രണയത്തിൽ നിന്ന് അവർ അല്ലെങ്കിൽ അവരുടെ ഒരു കല്യാണ ബന്ധത്തിൽ നിന്നാണെങ്കിൽ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടും അതിനുശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കീപ്പ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ഒരു പ്രണയം വിജയിക്കുക എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച് കുറച്ച് നാൾ ഒരുമിച്ച് വർഷങ്ങളോളം ജീവിക്കുക എന്നുള്ളതിലല്ല. എല്ലാ കാലത്തും നമ്മൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയോട് ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ പറ്റുമ്പോഴാണ് ആ ഒരു പ്രണയത്തിന് വിജയം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പം ഇന്നോ നാളെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രണയിക്കുന്ന വ്യക്തിയുടെ അടുത്ത് റെസ്പെക്റ്റ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു സക്സസ് ആണ്. പക്ഷേ ഇന്നോ നാളെ ആ ഒരു റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ ഒരിക്കലും സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവർ ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, അപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ചില രഹസ്യങ്ങളുണ്ട്, അത് ഞങ്ങളിൽ തന്നെ ഇരിക്കട്ടെ, അത് പുറത്തോട്ട് പറയാനെക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നു. സോ ഇവർ ഡിവോഴ്സ്ഡ് ആയപ്പോഴും ഇവരുടെ പ്രണയം ഇന്നും സക്സസ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്ഥാനത്താണ് ഇവിടെ കുറേ കമൻസിൽ കുറേ ആൾക്കാരൊക്കെ പോയിട്ടാണെങ്കിൽ ആ ഒരു പ്രണയത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ നേരെ ഈ രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നത്. ജനങ്ങൾ പലവിധമാണ്. അവർക്ക് പറയാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്താണോ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് അതാണ് അവർ എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പറയുന്നതും. അതിപ്പോൾ ആ ഒരു വേർപിരിയലിൻ്റെ ഒരു വാർത്ത വന്നതോടുകൂടി എല്ലാവരുടെയും കമൻസ് നോക്കിയാൽ തന്നെ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ മതം വിട്ടു, എന്നോട് കൂടുതലും എല്ലാവരും ചോദിക്കും നിങ്ങൾ മതം വിട്ടോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എവിടെയും ഞാൻ മതം വിട്ടോന്നും ഞാൻ സ്കാർഫ് അഴിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ഒന്നും ഞാൻ എവിടെയും ഞാൻ വെളിപ്പെടുത്തിയിട്ടുമില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
പക്ഷേ ആൾക്കാരത് പലതും പറഞ്ഞ് അങ്ങനെ പരത്താറുണ്ട്. ഞാനൊരിക്കലും ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ പഠിച്ചവനെ തള്ളിപ്പറയുന്ന ഒരാളോ ഒന്നുമല്ല. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടം വന്നാലും ഞാൻ നേരെ ചെയ്യുന്നത് ഞാൻ പോയി നിസ്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. നമ്മൾ പറയുമല്ലോ സുജൂദിൽ വീണാലെല്ലാം നമ്മുടെ സങ്കടങ്ങൾ പകുതിയും മാറും എന്നുള്ളത്. എനിക്ക് ഏറ്റവും സങ്കടം വരുമ്പോഴും എനിക്ക് ആകെ ആശ്വാസം കിട്ടുന്നത് സുഹൃത്തുക്കളുമുണ്ട്, എന്നെ പഠിച്ചവനുണ്ട്, പിന്നെ എൻ്റെ മോളുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും മതം വിട്ടിട്ടില്ല, മതത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, ദൈവത്തിനെ ഒരിക്കലും. കാരണം ഞാൻ അങ്ങനെയാണ് ഞാൻ വളർന്നത്. ഞാൻ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇതെന്ന് പറയണത് ആൾക്കാർക്ക് എങ്ങനെയാണോ എന്നെ കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ എന്തണിയണം എന്ന് പോലും അവർ തീരുമാനിക്കുന്ന ഒരു ചിന്താഗതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. എനിക്ക് എൻ്റെതായി ഇത് ഞാൻ പലപ്പോഴും പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ റിലേഷൻ പബ്ലിക് ആക്കുന്ന ടൈമിലാണെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു സൊസൈറ്റി മുഴുവനായിട്ട് മാറുന്ന ആ ഒരു അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അവരെങ്ങനെ പ്രണയിക്കണം, എങ്ങനെ അവരുടെ കല്യാണത്തിൽ അവരുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാവണം എന്ന് വരെ തീരുമാനിക്കുന്ന സമൂഹം എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്. അതിനുശേഷം അവർ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ധരിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ഈ പറയുന്ന നിയമം കാര്യങ്ങളൊക്കെയാണ് ഈ ചുറ്റുപാടുമുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏർപ്പെടുത്തുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇപ്പോഴും ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല. കാര്യം മറ്റൊരാൾ ഓക്കെ അവർ പബ്ലിക്കിലോട്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് കാണാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് എന്തോ സംതിങ് മാനസിക രോഗമാണെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ നിരന്തരം പല വീഡിയോസിനകത്തും പല ആൾക്കാരെ കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ഇപ്പം വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിൽ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുന്നുള്ളത് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ റാസയ്ക്ക് മെസ്സേജ് അയക്കാൻ എനിക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പം എത്ര ഈ പറയുന്ന പോലെ ഇമോഷണലി സ്ട്രോങ് ആണെന്നും ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഉണ്ടല്ലോ, റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിയുമ്പോഴത്തേക്കിന് ആത്മാർത്ഥമായിട്ട് ആ ഒരു വ്യക്തിയെ നമ്മൾ ആ ഒരു പ്രണയത്തിൽ ഇരുന്ന് ആ ഒരു ടൈമിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇറ്റ് ഹേർട്സ്. അത് നല്ല രീതിയിൽ തന്നെ വേദന ഉണ്ടായിരിക്കും. ഇനി അതിനെക്കുറിച്ചിട്ടാണെങ്കിൽ ഇപ്പം ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ ആങ്കർ ചോദിക്കുന്നുണ്ട് ചേട്ടൻ എങ്ങനെയാണ് അതേപോലെ തിരിച്ച് മിസ് ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പം പുള്ളി കൊടുക്കുന്ന മറുപടി ഉണ്ട്, അത് പ്രണയത്തിൻ്റെ വേറൊരു പൊളിറ്റിക്സ്. അതുകൂടെ നിങ്ങൾ കേട്ടോ. തിരിച്ച് മിസ് ചെയ്യാറുണ്ടോ? അതിന് മിസ് ചെയ്യാൻ മാത്രം നമ്മൾ അങ്ങനെ മിസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ വേർപിരിയണല്ലോ, മൊത്തത്തിൽ വേർപിരിയണല്ലോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരാളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യാറില്ല, സൗഹൃദങ്ങൾ കട്ട് ചെയ്യാറില്ല, ബന്ധങ്ങൾ കട്ട് ചെയ്യാറില്ല. ഒരിക്കലും ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞ് നടക്കാനുള്ളൊരു അവസ്ഥ ഞാൻ ഉണ്ടാക്കാറില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാന്നുള്ളൊരു പരിപാടിയില്ല. ഏത് ഡിറ്റാച്ച്മെൻ്റ് ആയാലും നമ്മളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ എന്തിനാണ് മറ്റുള്ള ആളുകളോട് പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്ത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാറിയടക്കേണ്ടി വരും, മാറിയടക്കും, മിസ് ചെയ്യും ചിലപ്പം. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇപ്പോൾ സത്യം. ഇപ്പോഴാണെങ്കിലും പലരും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം മാറി നടക്കുക, അവനെ കണ്ട് അവനെപ്പറ്റിയുള്ള ഒരു 100 കുറ്റങ്ങൾ വേറൊരാളുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ അവളെ പറ്റിയിട്ടുള്ള ഒരു 100 കുറ്റങ്ങൾ വേറെ കൂട്ടുകാരുടെ അടുത്ത് പറയുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാനെ കൊണ്ട് പലർക്കും കഴിയാതെ പോകാറുണ്ട്. അങ്ങനെ എത്ര കേസസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം പല കൊലപാതകങ്ങളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ചില ആക്രമണങ്ങളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ പരസ്പരം ബ്രേക്കപ്പ് ആയതിനു ശേഷം ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മാതൃകയാക്കേണ്ടുന്ന ആൾക്കാരാണ് ഇവരെ. ബ്ലോക്ക് ചെയ്യുക ചില ആളുകളുണ്ട് അങ്ങനെ. എന്തിനാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന എന്തിനാ? ഒന്ന് കുറേ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചില്ലേ, ഉത്തരം പറ. ഒരിക്കലും നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ ആളുടെ മെമ്മറീസേ ഒഴിവാക്കാൻ വേണ്ടി. എന്തിനാ? ആളുടെ ഇഷ്ടം. നമുക്കൊരു ഇഷ്ടമുള്ളപ്പോഴാണ് നമ്മൾ ആ മിസ്സിങ് എന്ന് പറയുന്ന ഒരു വീട് വരിക. നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് നമ്മൾ മിസ് ചെയ്യില്ലല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും സ്നേഹിക്കല്ലോ ഉണ്ട്. നമ്മൾ എന്തിനാ അവരെ കാണാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മൾ ഏതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ ദാമ്പത്യ ബന്ധം ഇപ്പോൾ അതില്ലാതായിരിക്കുമ്പോഴും അത് കഴിഞ്ഞാലും നമുക്ക് സുഹൃത്തുക്കൾ പോലെ പെരുമാറാൻ പറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. ആളുകൾക്കിടയിൽ ഇതേ കാര്യം തന്നെയാണ് ബീഗവും പറയുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് കേട്ടോ. ചിലപ്പോൾ പിരിയുമ്പോഴൊക്കെ കാണും, അപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു, ഒന്നിച്ചുള്ള ഫോട്ടോസൊക്കെ മാറ്റുന്നു, പിന്നെ അത് എങ്ങും കാണരുത് എന്നുള്ളത്. ഞാൻ ആ കൺസെപ്റ്റിൽ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോഴും അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒന്നിച്ചുള്ളതൊക്കെ ഒന്നിച്ചുള്ള പോലെ. കാരണം അതൊക്കെ ഞാൻ ജെനുവിനായിട്ട് ഞാൻ സ്നേഹിച്ചതിൻ്റെയും അല്ലെങ്കിൽ ഞാൻ ജെനുവിനായിട്ട് നമ്മളതിൽ നിന്നതിൻ്റെയും ഉള്ള അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ നമ്മൾ മായ്ച്ചാലും അത് മായുന്നില്ല. അത് നമ്മൾ മായ്ച്ചു കളഞ്ഞു എന്ന് കരുതിയിട്ട് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് അല്ലായിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വാപ്പയാണ്, എൻ്റെ ഹസ്ബൻഡായിരുന്നു, എൻ്റെ ലൈഫിലേക്ക് വന്ന ആദ്യത്തെ പുരുഷനാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മറക്കാനോ മായ്ച്ചു കളയാനോ ഒന്നും സാധിക്കില്ല.
തീർച്ചയായിട്ടും ഇപ്പോഴും പല ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു അടിയും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ട് ആ ഒരു ദേഷ്യം ഈഗോ ഒക്കെ കാണിക്കുന്ന കുറേ ടീംസിനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ബ്ലോക്ക് ചെയ്ത് പോകുക, അവൻ്റെ മെമ്മറീസ് ഒന്നും വേണ്ട, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനകത്ത് ഈ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ ഈ ഒരു ബ്ലോക്ക് ചെയ്യുന്ന സാധനമില്ലേ, ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സ്വയമേ അവരെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ അവനെ ബ്ലോക്ക് ചെയ്ത് ഇനി അവനായിട്ടൊരു കോൺടാക്ട് ഇല്ല, അപ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ ആ ഒരു ഫീലിങ്സ് കാര്യങ്ങളൊന്നും കയറി വരില്ല എന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഒരു ടൈം കഴിയുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കും, നമുക്ക് വേണമെങ്കിൽ അവരെ വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റഗ്രാമിൽ നിന്ന്, അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മനസ്സിൽ നിന്ന് അവരെ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന ടൈമിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിങ്ങൽ, ഒരു വേദനയൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. സോ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എന്ത് കാണരുത് എന്ന് ആഗ്രഹിക്കുന്നു ആ സാധനമായിരിക്കും, അല്ലെങ്കിൽ എന്ത് ഓർക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലോട്ട് ഓർത്തോർത്ത് നമ്മൾ വരിക. അതായിരിക്കും കൂടുതൽ വേദനകൾ നമുക്കുണ്ടാക്കുക. ആ ഒരു രീതിയിലേക്ക് സെറ്റായിട്ടുണ്ട് മോളടക്കം. മോളെ ഞാൻ ഒരിക്കലും അവരോട് മിണ്ടരുതെന്നോ അല്ലെങ്കിൽ പോകരുതെന്നോ ഒന്നിനും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. മോൾക്ക് ഞങ്ങൾ രണ്ടാളും വേണം, ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ മോളെ ഇപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മോൾക്ക് അബ്ബാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് അപ്പോൾ കൂട്ടാൻ വരുമ്പോഴായാലും എൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെയാണ് കൂട്ടാൻ വരുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ വരുമ്പോൾ മോളെ കൂട്ടാൻ വരുമ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ചായ കുടിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പുള്ളി വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് പ്രിപ്പയർ ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് ഇവരിങ്ങനെ പിരിഞ്ഞ വാർത്ത വന്നപ്പോഴത്തേക്കിങ്ങനെ കുറേ ആൾക്കാർ കൺസേൺഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിലും കൃത്യമായിട്ട് അവർ ആ ഒരു കാര്യം കീപ്പ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ഡിവോഴ്സ്ഡ് ആയിട്ട് ഈ പറയുന്ന പേരൻസ് പോയി കഴിയുമ്പോഴത്തേക്കിന് കുട്ടികൾ അവിടെ വഴിയാധാരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടികളുടെ മനസ്സുകൂടെ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സുകൂടെ മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിന് ഒരിക്കലും ആ ഒരു വേർപാടുണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നല്ലൊരു പേരൻസ് കൂടിയാണ് ഇവർ, അല്ലെ ആ രീതിയിൽ ഒരു കുഞ്ഞിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോഴും പല ആൾക്കാരും കൺസേൺഡ് ആയിട്ടാണെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയം ഈസ് ഓൾവേസ് അൾട്ടിമേറ്റ്. കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഫീലാണ് പ്രണയം എന്ന് പറയുന്നത്. സോ ആ ഒരു ഫീലിനെ നമ്മൾ ആസ്വദിക്കുക. അപ്പം ആ ഒരു പ്രണയം നമ്മൾ തോന്നുന്നൊരു വ്യക്തി, ഈ പറയുന്ന ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാർ ഓക്കെ എന്നാൽ പ്രണയിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള അയൽവക്കക്കാരനെ പോയി പ്രണയിക്കണം എന്നുള്ള സാധനമല്ല ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ണറിനെ പ്രണയിക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് എല്ലാ കാലത്തും റെസ്പെക്റ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് റെസ്പെക്ട് തോന്നണമെങ്കിൽ അയാൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ അടുത്ത് പെരുമാറുക കൂടി വേണം. അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രണയം അവർക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയമേ ആലോചിക്കുക. കാര്യം നിങ്ങൾ റെസ്പെക്ട്ഫുൾ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളുടെ ആ ഒരു റെസ്പെക്ട് തോന്നേണ്ട ആവശ്യമില്ല, ആ ഒരു പ്രണയം തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ ചിലരാണെങ്കിൽ ഈ റിലേഷൻ സെറ്റ് ആവുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ പാർട്ണറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി 18 നോക്കും. പക്ഷേ ഈ ഒരു റിലേഷൻ സെറ്റായിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊന്നും നോക്കില്ല. ചിലർ ഈ പ്രണയിക്കുന്നതിന് മുന്നേ കാമുകിനെയൊക്കെ കാണാൻ പോകുന്ന നേരമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുങ്ങി കിട്ടി അത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലുക്കായിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചായിരിക്കും പലരും പോവുക. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ പിന്നീട് ഈ ഒരു പ്രണയം സെറ്റായി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയതിന് ശേഷം അത്തരം കാര്യങ്ങളൊന്നും ശ്രമിക്കാറില്ല. സത്യം പറഞ്ഞാൽ പ്രണയത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ സുന്ദരമായിട്ട് അവരുടെ മുന്നിൽ നിൽക്കാൻ ശ്രമിക്കണം. കാര്യം ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ ആണെങ്കിൽ പോയിട്ട് ഒരുങ്ങി കെട്ടി ഭയങ്കര ലുക്കായിട്ട് കഴിക്കാനും കൊണ്ട് പലരും ശ്രമിക്കാറുണ്ട്. പക്ഷേ പ്രണയിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഒരുങ്ങി കെട്ടി കാര്യങ്ങളൊന്നും പോകാറില്ല. നിങ്ങളങ്ങനെ പോകണം. കാര്യം പ്രണയത്തിന് ശേഷം നിങ്ങൾക്ക് പ്രണയിക്കുന്നതിന് അല്ലെങ്കിൽ അത് സെറ്റ് ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ക്രഷ് ഫീൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പിന്നെ നമ്മുടെ പാർട്ണറിനെ കൊണ്ട് അടുപ്പിക്കണ കടേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവൽ ഓഫ് പ്രണയമാണ്. കാര്യം നിങ്ങൾ ഭയങ്കര ലൈവായിട്ട് നിങ്ങളുടെ പ്രണയം എഴുതുകാരെ കൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുക ഈ പറയുന്ന സാധനം ഇൻ ദ സെൻസ് നിങ്ങൾ ഭംഗി, ആ ഒരു ബാഹ്യ സൗന്ദര്യം എന്നുള്ള സാധനം മാത്രമല്ല കേട്ടോ, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും ഒക്കെ ഈ നമ്മുടെ പാർട്ണറിനാണെങ്കിൽ നമ്മുടെ അടുത്തൊരു ക്രഷ് തോന്നുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ കൂടി ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ ആ രീതിയിലുള്ള ഇംപ്രഷൻ കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രണയം ഭയങ്കര എലൈവ് ആയിട്ട് നിൽക്കാനെ കൊണ്ട് സഹായിക്കും. എന്നും പ്രണയം അൾട്ടിമേറ്റ് ആണ്. ബാക്കിയുള്ളവരുടെ പ്രണയത്തിലാണെങ്കിൽ ഇത്രയും പൊളിറ്റിക്സ്, അതായത് ആ ഒരു പ്രണയത്തിലെ പൊളിറ്റിക്സ് പറയുന്ന ഇവരുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിലോട്ടൊക്കെ കുറച്ച് ഒരുപറ്റം ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ പോകുന്ന ആൾക്കാർ ദയവിത് നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാര്യം അവരെ വേദനകളൊക്കെ ആണെങ്കിൽ ഹീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ പുറത്ത് ഈ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാർ കൂടുതൽ വേദനകൾ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഇന്നും അവർ വേർപെട്ടിട്ടും ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നില്ലേ, ഭയങ്കര അടിപൊളിയാണ്. എനിക്കും തീർച്ചയായിട്ടും ഭയങ്കര ഒരു ആഗ്രഹമാണ് വീണ്ടും ഇവർ ഒരുമിച്ചുള്ളൊരു പാട്ടൊക്കെ കാണണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഇനി നാളുകളിൽ അത് സംഭവിക്കില്ല എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്തുതന്നെയാണെങ്കിലും ഈ ഒരു വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.